നിങ്ങൾക്കറിയോ ശരിക്കും ഡീറ്റെയിലിങ്ങിന്റെ നിർവചനം എന്താണെന്നുള്ളത്, മീനിങ് എന്താണെന്നുള്ളത് അറിയോ? ശരിക്ക് ഡീറ്റെയിലിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾ ഒരു ഗൂഗിളിലോ അല്ലെങ്കിൽ ചാറ്റ് ജിപിറ്റിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ആൻസർ ഉണ്ട്. അതായത് എന്താണോ വണ്ടി, ആ വണ്ടിയുടെ പുതുമ നിർത്തി കൊടുക്കുക, ഏറ്റവും ഭംഗി ലെവലിലേക്ക് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ പല ആൻസറും നിങ്ങൾക്ക് കിട്ടും. ശരിക്ക് നമ്മൾ അക്കാദമി പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. അതായത് നമ്മൾ വണ്ടി അല്ലെങ്കിൽ ഒരു വാഹനം നമുക്ക് ഡീറ്റെയിലിങ്ങിന് വേണ്ടി കിട്ടി, അത് എന്തുമാവാം. ഞാൻ മുന്നത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ 5 ടൈപ്പ് ഓഫ് ഡീറ്റെയിലിംഗ് ഉണ്ട്. ആ ഡീറ്റെയിലിംഗിൽ ഏത് വർക്കും ആവും നമുക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു ഒരു സെറാമിക് കോട്ടിങ്ങിനോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വർക്കിന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യണം അല്ലേ? ഇവിടെ ആ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിനും അതുപോലെ തന്നെ ആ ഒരു വാഹനം അല്ലെങ്കിൽ ആ വണ്ടി നമ്മൾ ചെയ്ത ഒരു സ്റ്റാഫും അതുപോലെ തന്നെ ക്രൂ ടീംസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഓണറും, അവർക്ക് രണ്ടുപേർക്കും അതിൽ ഹാപ്പിനെസ് ഉണ്ടാവണം. രണ്ടുപേർക്കും ഹാപ്പിനെസ് ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ഒരു ഡീറ്റെയിലിംഗ് നടന്നതായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിലിംഗിന്റെ നിർവചനം അവിടെ വരണുള്ളൂ. എന്തുകൊണ്ട് അപ്പോൾ ചോദിക്കും, അങ്ങനെ എന്താ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? അല്ല, പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, എത്തിക്സ്. അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ വന്നത്. അതായത് നമ്മൾ ഒരു കാറ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല രീതിയിലുള്ള വർക്ക് വരാറുണ്ട്. സെറാമിക് കോട്ടിംഗ് 9H 10H, ഗ്രഫേൻ കോട്ടിംഗ്, PPF ഇത്ര മൈക്രോൺസ്, TPU TPH എന്നൊക്കെ കൊണ്ട് വരാറുണ്ട്. നമ്മൾ കസ്റ്റമറിൽ നിന്ന് ഒരു അഡ്വാൻസ് മേടിച്ച് വർക്ക് എടുക്കുന്ന സമയത്ത് കാണാം ചിലപ്പോൾ പല സ്ഥലത്തും എന്തുണ്ടാവും, 9H ഉണ്ടാവില്ല, 8H ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പല കോട്ടിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും. ഗ്രഫൈന് പകരം സെറാമിക് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ PPF പകരം TPU പകരം TPH ചെയ്ത് കൊടുക്കും. പല ഏരിയയിലും നമുക്ക് അതിന്റെ സ്റ്റോക്കിലാണ്ടാകുമ്പോൾ ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ടാവും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് അതിന്റെ ഒരു എത്തറ്റിക്സ് വ്യൂ എന്ന് പറയുന്നത് പെർഫെക്ഷൻ ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഇത് ചെയ്ത ടീമിന് മാത്രമേ അറിയുള്ളൂ ഞാൻ ചെയ്തതിൽ എത്തിക്സ് കീപ്പ് ചെയ്തിട്ടില്ല, കള്ളത്തരമുണ്ട്, ചീറ്റ് ചെയ്തിട്ടുണ്ട് ചിലത്. പക്ഷെ ഇത് ഒരിക്കലും അറിയാനും പോകുന്നില്ല. പക്ഷേ ആ വണ്ടി ഡെലിവറി ചെയ്യുന്ന സമയത്ത് രണ്ടുപേർക്കും ഇവിടെ ഒരു ഫീൽ വരണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഹാപ്പിനെസ് വരണമെന്ന് പറഞ്ഞില്ലേ? ഈ ഒരു ഹാപ്പിനെസ് ശരിക്ക് ആ ഒരു ആർക്ക് മാത്രം കിട്ടിയിട്ടുള്ളൂ? ഓണറിന് മാത്രം കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഓണറിനെ അറിയില്ല. പക്ഷെ ഇത് ചെയ്ത ആ ടീമിനെ, ക്രൂവിനെ, ഓണറിനെ അറിയാം ഇത് ചെയ്തത് തെറ്റുണ്ട്, പല സ്ഥലത്ത് നമ്മൾ ചെയ്തത് കറക്റ്റ് അല്ല, അയാൾ പറഞ്ഞ TPU എന്ന് പറഞ്ഞ TPH ആണ് ചെയ്ത് കൊടുത്തത്, അല്ലെങ്കിൽ ബ്രാൻഡ് മാറിയിട്ടുണ്ട്, ഗ്രഫേം പറഞ്ഞിട്ട് സെറാമിക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ അതിന്റെ വേരിയേഷൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ ഡീറ്റെയിലിംഗ് ചെയ്യാറുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളെ അറിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് തിരുത്തുക, അങ്ങനെ ചെയ്യരുതെന്ന് പറയുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ഫീൽഡിലായാലും എത്തിക്സ് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക, ചീറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.